നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യമെന്ന് 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചെങ്കോട്ടയിൽ രാജ്യത്തെ മുഴുവൻ രോമാഞ്ചമണിയിച്ചൊരു അഭിസംബോധനയോടുകൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിനാകമാനം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആകമാനം ആഹ്ലാദം അലയടിക്കുന്ന വേളയിലും വിവാദങ്ങൾക്കൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല പതിവ് പോലെ. അതിൻ്റെ കാരണം ഇന്ത്യ മുന്നണി, അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം തന്നെയായിരുന്നു. അതിൻ്റെ തുടക്കം AICC ആസ്ഥാനത്ത് ദില്ലിയിൽ നടന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചതും സോണിയാഗാന്ധി അത് തടയുവാൻ ശ്രമിച്ചതും അത് സംബന്ധിച്ച് വിശദമായൊരു ചർച്ച തന്നെ തത്വമൈ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. നിരവധി സംഭവങ്ങൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളമുണ്ടായി. ചില സകാരാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളും വന്ദേമാതരത്തെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പ്രത്യേകിച്ച് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ ആകട്ടെ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആകട്ടെ, ഒമർ അബ്ദുള്ള ആകട്ടെ, ജമ്മു ആൻഡ് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആകട്ടെ. ഹേമന്ത് സോറനും ഒമർ അബ്ദുള്ളയും കോൺഗ്രസ്സുകാരല്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. അവർ സംബന്ധിച്ച സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. അതിനൊരു എതിർപ്പുകളും ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്, അഭിനന്ദനീയമായ കാര്യമാണ്. പ്രത്യേകിച്ച് DK ശിവകുമാറിനെ പോലെ സോണിയാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന് തന്നെ പറയാവുന്ന കോൺഗ്രസ് നേതാവിന് പരിഹസനീയമായൊരു മാതൃകയായി മാറിയത് മല്ലികാർജുൻ ഖാർഗെയാണ്. ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന, പ്രായം കൊണ്ട് ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും മല്ലികാർജുൻ ഖാർഗെ. പക്ഷേ രാജ്യസഭാ നേതാവായ അദ്ദേഹം, കോൺഗ്രസിൻ്റെ രാജ്യസഭാ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഇന്ന് AICC ആസ്ഥാനത്ത് വന്ദേമാതരം തടയുവാൻ ശ്രമിച്ച സോണിയാഗാന്ധിയുടെ പ്രവൃത്തിക്ക് കൂട്ടുനിന്നത് വെറുമൊരു വീട്ടുജോലിക്കാരൻ്റെ തരത്തിലേക്ക് താണുകൊണ്ട് തന്നെയാണ്. വീട്ടുജോലിക്കാരനെ ഞാൻ ഒരു തരത്തിലും തരം താഴ്ത്തി കാണുകയല്ല. പക്ഷേ ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു മുതലാളി അമ്മ കൽപ്പിക്കുമ്പോൾ അതനുസരിക്കുവാൻ മാത്രം ബാധ്യതയുള്ള, അല്ലെങ്കിൽ അത് മാത്രം അനുസരിക്കുന്ന ഒരു വീട്ടുജോലിക്കാരൻ്റെ തരത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന പദം അലങ്കരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ പ്രായം കൊണ്ട് അദ്ദേഹം പെരുമാറിയത്. അപലപനീയമെന്ന് മാത്രമല്ല, അപഹാസ്യമാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. സോണിയാഗാന്ധിയെ അപഹസിച്ചിട്ട് കാര്യമില്ല, പക്ഷേ വിമർശിക്കേണ്ട കാര്യമുണ്ട്. സോണിയാഗാന്ധിയെ അപഹസിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്, ഇറ്റലിയിൽ ജനിച്ചു വളർന്ന് 1968 രാജീവ് ഗാന്ധിയെ വിവാഹം ചെയ്ത് ഭാരതത്തിലേക്ക് എത്തിയ നിമിഷം മുതൽ ഒരു തവണ പോലും തൻ്റെ പ്രതിബദ്ധത ഭാരതത്തോടാണ് എന്നവർ തെളിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മറിച്ചവർ പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. അതിപ്പോൾ ബാട്ട്ല ഹൗസ് എൻകൗണ്ടറിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടപ്പോൾ കണ്ണീരണിഞ്ഞ സോണിയാഗാന്ധി ആകട്ടെ, രാജ്യം ആണവ പരീക്ഷണം നടത്തി അഭിമാനപൂർവ്വം ലോകത്തിന് മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് നിന്നപ്പോൾ ശാന്തിയാണ് നമുക്ക് വേണ്ടത് എന്ന പ്രസ്താവന ഇറക്കിയ സോണിയാഗാന്ധി ആകട്ടെ, അടിസ്ഥാനപരമായി രാജ്യത്തിൻ്റെ ഏത് പുരോഗതിക്കും തടസ്സം നിൽക്കുവാൻ ശ്രമിച്ച സോണിയാഗാന്ധി ആകട്ടെ, രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിട്ടുള്ള സോണിയാഗാന്ധി ആകട്ടെ, ഒരു ഘട്ടത്തിലും അവരുടെ ഭാരതത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഭാരതത്തോട് തനിക്ക് എന്തെങ്കിലും കൂറുണ്ട് എന്നവർ തെളിയിച്ചിട്ടില്ല. തന്നെയുമല്ല, ഏതാണ്ട് 13 വർഷങ്ങൾ എടുത്തു അവർക്ക് ഭാരത പൗരത്വം നേടണമെന്നുള്ള ആഗ്രഹമുണ്ടാകുവാനായി. 1968 ഭാരതത്തിലെത്തിയ അവർ 1983 ഭാരതത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുന്നത്. അതിനു മുൻപ് 1980 ഇലക്ട്രൽ റോളിൽ അവരുടെ പേരുണ്ടായിരുന്നു എന്നുള്ളതും അവരുടെ സ്വാധീനത്തിൻ്റെയും നേർവഴിക്കല്ലാത്ത രാഷ്ട്രീയ ഇടപെടലുകളുടെയും ഒരു ശക്തി പ്രകടനത്തിൻ്റെയും ഒക്കെ ഒരു ഉദാഹരണമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അത് പല അവസരങ്ങളിൽ മറ്റൊരു വിഷയമായി തന്നെ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തിരികെ സോണിയാഗാന്ധിയിലേക്ക് എത്തിയാൽ അവരെ അപഹസിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ ചിഹ്നത്തെ, ദേശീയ ഗീതത്തെ ഒരു വിദേശി എന്ന് തന്നെ പറയണം, ഭാരതീയ പൗരയാണ് അവരെങ്കിലും ഭാരതത്തിൻ്റെ പൗരത്വം അവർക്കുണ്ടെങ്കിൽ പോലും അവരുടെ പ്രകടനങ്ങളും അവരുടെ ഒരു സ്വഭാവ രീതിയും അവരുടെ ഒരു മനോഭാവവും പൊതുമണ്ഡലങ്ങളിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതെല്ലാം നമ്മോട് സൂചിപ്പിക്കുന്ന അവരുടെ മനസ്സിപ്പോഴും ഇറ്റലിക്കാരിയുടേത് തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ വിമർശിക്കുക തന്നെ വേണം, നിയമപരമായിട്ടുള്ള നടപടികൾ അവരുടെ മേലെടുക്കുകയും വേണം. മല്ലികാർജുൻ ഖാർഗെയുടെ കാര്യത്തിൽ അദ്ദേഹം
തീർത്തും അപഹാസ്യനായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ വന്ദേമാതരത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് തത്വമയി ന്യൂസിൻ്റെ ഒരു അഭിപ്രായം. ഓട്ടപ്രദക്ഷിണം എന്നീ അഭിപ്രായം കൃത്യമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകരുടെയും കൂടി അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ അറിയുവാൻ വേണ്ടി. ഇനി വന്ദേമാതരത്തെ സംബന്ധിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ CPMകാരും അതിനെ അപഹസിക്കുന്നതിലും അപമാനിക്കുന്നതിലും, ദേശീയ ഗീതത്തെ അപഹസിക്കുന്നതിലും അപമാനിക്കുന്നതിലും യാതൊരു കുറവും വരുത്തിയില്ല. കോഴിക്കോട് നഗരസഭയിൽ BJP പ്രവർത്തകർ വന്ദേമാതരം ആലപിക്കുമെന്ന് മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നെങ്കിലും ആ ചടങ്ങ് തടസ്സപ്പെടുത്തുവാനായി, വന്ദേമാതരത്തിൻ്റെ ആലാപനം തടസ്സപ്പെടുത്തുവാനായി അവരാൽ സാധ്യമായതെല്ലാം അവർ ചെയ്തു. പക്ഷേ കോഴിക്കോടും തൃശ്ശൂരും ഇത്തരത്തിലുള്ള തടസ്സപ്പെടുത്തലുകൾക്കായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ട് പോലും അതിനെയെല്ലാം മറികടന്ന് വന്ദേമാതരം പൂർണ്ണമായും 6 ഖണ്ഡികകളും ആലപിച്ച് നിർത്തിയ BJP പ്രവർത്തകരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. തീർച്ചയായും അവർ അഭിനന്ദനം അർഹിക്കുന്നു ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് മുഖമടച്ചുള്ള മറുപടി നൽകിയതിന്. തലസ്ഥാനത്തെത്തിയാൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്ത സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. ആ വാർത്തയും തത്വമയി ന്യൂസ് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഇതിൻ്റെ എല്ലാം ഒരു സങ്കലനമുണ്ടല്ലോ. ഒന്നിച്ച് ചേർത്ത് വായിക്കുമ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ തെളിവാണല്ലോ DK ശിവകുമാർ കോൺഗ്രസിനുള്ളിൽ തന്നെ, ഹേമന്ത് സോറനും ഒമർ അബ്ദുള്ളയും കോൺഗ്രസിന് പുറത്തുള്ള ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികൾ. DMK മാത്രമുണ്ട് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ പഴയ സഖ്യകക്ഷി ഇപ്പോൾ മാറി നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്നുള്ള അവരുടെ പഴയ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അടിസ്ഥാനപരമായി ദേശീയതയുമായി ഒരു കാലത്തും ദ്രാവിഡ മുന്നേറ്റ കഴകം അടുത്ത് നിന്നിട്ടില്ല. ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടുള്ള ഒരു കൂട്ടാളി മാത്രമാണ് BJPക്ക് ചില കാര്യങ്ങളിൽ സഭയ്ക്കുള്ളിൽ ഭൂരിപക്ഷം തികയ്ക്കുവാൻ DMK. ആവശ്യം കഴിയുമ്പോൾ എടുത്ത് കളയേണ്ട ഒരു രാജ്യവിരുദ്ധരായിട്ടുള്ള പാർട്ടി തന്നെയാണ് DMK. അതിൽ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചില്ല. തമിഴക വെട്രിക്കഴകത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ടതുമില്ല. അടിസ്ഥാനപരമായിട്ട് ഒരു കുരിശ് കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം. ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഓട്ടപ്രദർശനത്തിലൂടെ ഞാൻ തന്നെ പ്രേക്ഷകരോട് അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ അവതരിപ്പിച്ചതാണ്. അതിൻ്റെ വിശകലനങ്ങളും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതെടുത്ത് പറയേണ്ട കാര്യമില്ല. വന്ദേമാതരത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഈ ദേശീയ ഗീതം എന്തുകൊണ്ടാണ് ചിലരെ വേട്ടയാടുന്നത്? അതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ശ്രീ മോഹൻ കുന്നുമ്മൽ പറഞ്ഞതുപോലെ വന്ദേമാതരം എതിർക്കുന്നവർ അമ്മയെ അറിയാത്തവരാണ് എന്ന് പറയാറുണ്ട്. അതൊരു പക്ഷേ അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വിശദീകരണമായിരിക്കും. പക്ഷേ ആ വിശദീകരണത്തിനുള്ളിൽ ഇവരുടെ ഈ എതിർപ്പും വന്ദേമാതരത്തോടുള്ള വെറുപ്പും ഒതുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഈ അമ്മയെ അറിയാത്തവർ എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ ജിഹാദികളാകാം, അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ പോലുള്ള ഇപ്പോഴും ഇറ്റലിക്കാരിയായി തന്നെ മനസ്സിനുള്ളിൽ തന്നെ കാണുന്നവരാകാം, അല്ലെങ്കിൽ ഇവരുടെ അടിമകളാകാം മല്ലികാർജുൻ ഖാർഗെയെ പോലെ, അല്ലെങ്കിൽ VD സതീശനെ പോലെ. VD സതീശൻ്റെ കാര്യം പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഈ എതിർപ്പിൻ്റെ കാരണം ഇതൊന്നും ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങളെല്ലാം കൂടി ഒരു കുടക്കീഴിൽ, രാജ്യവിരുദ്ധത എന്നുള്ളൊരു കുടക്കീഴിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കാരണം VD സതീശൻ്റെ എതിർപ്പ് എന്ന് പറയുന്നത് സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ എതിർപ്പുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് എതിർപ്പുള്ളത് കൊണ്ടല്ല VD സതീശൻ വന്ദേമാതരത്തെ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് അത് മുസ്ലിം ലീഗിൻ്റെ എതിർപ്പാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ എതിർപ്പാണ്. മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഈ വന്ദേമാതരത്തോട് എതിർപ്പുണ്ടാവേണ്ട കാരണം എന്താണ്? മതം മാത്രമാണോ? കാരണം ദുർഗാ സ്തുതി വന്ദേമാതരത്തിലുണ്ട് എന്നുള്ളതാണ് അവർ പ്രത്യക്ഷ കാരണമായി പറയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് മുസ്ലിം ലീഗിൻ്റെയും ഈ ജിഹാദികളുടെയും ഒരു ചരിത്രം പരിശോധിച്ചാൽ അവർ മറ്റുള്ളവർക്ക് മേൽ ആരോപിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ഷൂനക്കൽ എന്നുള്ള ഒരു പാരമ്പര്യം അവരിൽ നിക്ഷിപ്തമാണ്. സർ അഹമ്മദ് ഖാനെ പോലുള്ളവർ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ വിശ്വസ്തരാണ് എന്ന് പുസ്തകം വരെ എഴുതി പ്രദർശിപ്പിച്ച ആളുകളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഖിലാഫത്തിന് വേണ്ടി ഞങ്ങൾ പോരാടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഇവർ തന്നെ അടിസ്ഥാനപരമായി ബ്രിട്ടീഷുകാരുടെ പടവളഞ്ഞ് തങ്ങളുടെ തോന്നിയവാസം കാണിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു, ഇനി ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള അവസരത്തിൽ ആയുധം വെച്ച് കീഴടങ്ങി തൂക്കുമരത്തിലേക്കോ വെടിയുണ്ടയുടെ മുൻപിലേക്കോ പിൽക്കാലത്ത് ചരിത്രകാരന്മാർ ഉടായിപ്പിറക്കിയ രീതിയിലല്ലാതെ പേടിച്ച് പിറച്ച് മരണത്തെ വരിച്ചവരാണ് ഇവരുടെ പൂർവികർ. അതുകൊണ്ട് തന്നെ
രാജ്യത്തെ വാഴ്ത്തുന്ന, നമ്മുടെ രാഷ്ട്രത്തെ വാഴ്ത്തുന്ന, ഒരിക്കലും അവർ സ്വന്തം രാജ്യമായി കാണാത്ത, ഇപ്പോഴും പലരുടെയും മനസ്സിൽ പാകിസ്ഥാനാണ് ഭാരതത്തെക്കാൾ അവർക്ക് യോജിച്ച രാജ്യം സ്വന്തം. തന്നെയുമല്ല, മതത്തിൻ്റെ പേരിൽ അവർക്ക് മാതൃരാജ്യം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മാതൃരാജ്യത്തെ വാഴ്ത്തുന്ന ഒരു ദേശീയ ഗീതത്തെ അവരെതിർക്കും. ആ എതിർപ്പിൻ്റെ ഒരു പ്രതിഫലനമാണ് വി.ഡി. സതീശനിലൂടെ നാം കാണുന്നത്. ഒപ്പം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും എതിർപ്പുണ്ടെന്നുള്ള കാര്യവും. അത് പക്ഷേ രണ്ടാമത്തെ കാരണം മാത്രമേ ആകുന്നുള്ളൂ. CPIMൻ്റെ എതിർപ്പിൻ്റെ കാരണം എന്താണ്? അടിസ്ഥാനപരമായിട്ട് അവരുടെ രാജ്യവിരുദ്ധത തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഭാരതമെന്ന രാഷ്ട്രത്തിന് എതിരായിരുന്നു. അതപ്പോൾ ചൈനയുമായിട്ട് യുദ്ധമുണ്ടായ സമയത്ത് ഭാരതീയ സൈനികർക്ക് രക്തം നൽകുന്ന കാര്യത്തിലായാലും, രക്തദാനം നൽകുവാൻ ശ്രമിച്ച, അല്ലെങ്കിൽ രക്തദാനം സംഘടിപ്പിക്കുവാൻ ശ്രമിച്ച അച്യുതാനന്ദനെ തരം താഴ്ത്തിയതിലൂടെ തങ്ങളുടെ മനോഭാവം അവർ വ്യക്തമായി തന്നെ ഭാരതത്തിൻ്റെ മുൻപിൽ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ രാജ്യവിരുദ്ധരെന്ന അക്കാര്യത്തിൽ വിളിക്കുന്നത്. യുദ്ധമുണ്ടാകുമ്പോൾ ചൈനയുടെ ഒപ്പം, റഷ്യയുടെ ഒപ്പം, ഭാരതത്തിനൊപ്പമല്ല അവരൊരിക്കലും. അത് വികസനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഭാരതത്തിൽ എന്ത് വികസനമുണ്ടായാലും ഇപ്പോൾ ചൈനയ്ക്ക് വേണ്ടി അതിനെ തുരങ്കം വയ്ക്കുവാൻ മുന്നിട്ട് നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു ബലം നൽകുവാനായി ബ്രിട്ടാസുമാരും റഹീംമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രംഗത്തുണ്ട്. ഇവിടെ പിണറായി വിജയനെ പോലുള്ളവർ, MV ഗോവിന്ദനെ പോലുള്ളവർ, അല്ലെങ്കിൽ രാജീവിനെ പോലുള്ളവർ ആളുകൾക്ക് മനസ്സിലാവാത്ത വിഡ്ഢിത്തങ്ങൾ വിളമ്പി ഈ പദ്ധതികളെയും രാജ്യത്തിൻ്റെ വികസന പദ്ധതികളെ തുരങ്കം വയ്ക്കുവാനായി അവരാൽ കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള രാജ്യവിരുദ്ധർക്കും വന്ദേമാതരത്തോട് എതിർപ്പുണ്ടായിരിക്കും. ഇനി മറ്റാർക്കെങ്കിലും വന്ദേമാതരത്തോട് എതിർപ്പുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിൽ പഴയ ഒരു കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തം, അതായത് അതിൻ്റെ മനോഹരമാക്കപ്പെട്ടൊരു രൂപമുണ്ട്. അത്തറൊക്കെ പൂശി, ഗിൽറ്റൊക്കെ ഒട്ടിച്ചു വെച്ച്, മിനുക്കൊക്കെ ഒട്ടിച്ചു, ഈ മിനുക്കെന്ന് പറയുന്ന ഇതുണ്ടല്ലോ, മിനുക്കൊക്കെ ഒട്ടിച്ചു വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും പുസ്തകത്താളുകളിലും അവതരിപ്പിക്കുന്ന, പുസ്തകത്താളുകളെന്ന് ഞാൻ പറയുന്നില്ല, വായനാശീലം ഉണ്ടാകില്ല, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിച്ച ക്യാപ്സ്യൂളുകളിലൂടെ മാത്രം സമത്വ സുന്ദര ലോകം, പൊന്നരി വാളംപിള്ളി, രാഗി മിനുക്കി, നാളെ നമ്മൾ കൊയ്യും വയലെല്ലാം, അതിൻ്റെ ഒരു പുതിയ രൂപം വിശ്വസിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാരുകസേരയിൽ കിടന്ന് കമ്മ്യൂണിസം വരുന്നത് സ്വപ്നം കാണുന്ന, ഈ അടുത്തിടയ്ക്ക് ഒരു നടിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഐ ബിലീവ് ഇൻ കമ്മ്യൂണിസം, ഐ ഹാവ് സ്ട്രോങ് പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ്, ഐ ബിലീവ് കമ്മ്യൂണിസം ഈസ് ഗോയിങ് ടു വിൻ സം ഡേ. ശോഭിത ധൂളിപാലയാണെന്ന് തോന്നുന്നു അവരുടെ സർനെയിം, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നാഗാർജുനയുടെ മകൻ്റെ ഭാര്യ. അതിനപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാഞ്ഞിട്ട്, എൻ്റെ അറിവ് കുറവായിരിക്കാം ആ ഒരു മേഖലയിൽ ഉള്ളത്. അവർ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ചാരുകസേരയിൽ കിടന്ന ക്യാപ്സ്യൂളുകളിലൂടെ കമ്മ്യൂണിസം അറിഞ്ഞ് അത് എൻ്റെ ഒരു സമത്വ സുന്ദര ലോകം വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ചില ചാരുകസേര ബുദ്ധിജീവികൾക്കും വന്ദേമാതരത്തോട് എതിർപ്പുണ്ടാകാം. കാരണം ദേശീയത എന്നുള്ളത് എല്ലാ കാലത്തും കമ്മ്യൂണിസത്തിന് എതിരാണ്. ദേശീയത മറ്റൊരു ഇസത്തിനും കൂടി എതിരാണ്, അത് ജിഹാദിസമാണ്. ഇത്തരത്തിലുള്ള രണ്ടും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാകുന്നു. ജിഹാദിസം പ്രത്യേകിച്ച് വലിയൊരു വോട്ട് ബാങ്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുപോലെ ഇത്തരത്തിൽ ദേശീയ ഗീതത്തെ എതിർക്കുന്നത്. സോണിയയുടെ ഇറ്റലിക്കാരി എന്ന മനോഭാവത്തിനും അപ്പുറം അവരെ പ്രകടമായി തന്നെ നോ നോ നോ, കസേര വാങ്ങിയതാണെന്നൊക്കെ പറയുന്നു, നോ നോ നോ, നിർത്തൂ എന്നിങ്ങനെ ആംഗ്യം കാണിക്കുന്നത്. ഇതിലേതെങ്കിലും ആംഗ്യം കസേര കൊണ്ടുവരാൻ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോൺഗ്രസ്സുകാരിപ്പോൾ പറയുന്ന നട്ടക്കിളുക്കാത്ത നുണ ഇതാണ്. അവർ കസേര ചോദിച്ചതാണ് വന്ദേമാതരത്തിനെതിരെ ഇരിക്കാൻ അവർക്ക് അവശതകളുണ്ട് എന്നുള്ള രീതിയിൽ. അത്തരത്തിലുള്ളൊരു എതിർപ്പിൻ്റെ കാരണം ഈ ഇറ്റലിക്കാരിയാണ് താൻ എന്നുള്ളൊരു മനോഭാവം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ജിഹാദി പ്രീണനം കൂടിയാണ്. കാരണം ഇത്തരത്തിൽ വന്ദേമാതരത്തെ ഞങ്ങൾ എതിർത്താൽ ജിഹാദികൾ പ്രസാദിക്കും, ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ തരും. കാരണം പല കോൺഗ്രസ് നേതാക്കളും, തെലങ്കാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളുണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ, കോൺഗ്രസ് ഉണ്ടെങ്കിലേ മുസ്ലിങ്ങളുള്ളൂ, കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്. പരസ്യമായി തന്നെ അവർ തുറന്ന് പറഞ്ഞു തുടങ്ങി പലയിടങ്ങളിൽ. പക്ഷേ അതിനിടയിൽ പോലും DK ശിവകുമാറിനെ പോലെയുള്ളവർ ഇപ്പോഴും കോൺഗ്രസ്സിനുള്ളിലുണ്ട് എന്നുള്ളത് പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചം മിന്നുന്നതിന് തുല്യമാണ്. കറ്റാക്കൂരിരട്ടിൽ അന്ധകാരമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, പൂർണ്ണമായിട്ടുള്ള അന്ധകാരം. അതിനിടയിൽ DK ശിവകുമാറിനെ പോലുള്ളവരൊന്നും മിന്നി തെളിയുന്നുണ്ട്. അദ്ദേഹത്തിൽ ഞാൻ കാണുന്ന ഏക കുഴപ്പം അന്ധമായ സോണിയ വിശ്വസ്തതയാണ്. ആ വിശ്വസ്തത പോലും
നല്ലൊരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോയൽറ്റി അദ്ദേഹത്തിൻ്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ വന്ദേ മാതരത്തോടുള്ള എതിർപ്പ് അക്ഷന്തവ്യമായൊരു കുറ്റം തന്നെയാണ്. അത് ചെയ്തിട്ടുള്ളവർ ഒന്നൊഴിയാതെ അഴിക്കുള്ളിലേക്ക് പോകേണ്ടവരാണ്. നിയമ നടപടികളുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് ഉണ്ടാകണം. കാരണം രാഷ്ട്രത്തെ, നമ്മുടെ ദേശത്തിൻ്റെ അഭിമാനമായ ചിഹ്നങ്ങളെ, നമ്മുടെ ദേശീയ ഗീതത്തെ, നമ്മുടെ പുരാണ സങ്കല്പങ്ങളെ, ഇതിഹാസങ്ങളെ, ചരിത്രത്തെ അപഹസിക്കുന്നവരുടെ സ്ഥാനം ഒന്നുകിൽ രാജ്യത്തിന് വെളിയിലാണ്, അല്ലെങ്കിൽ അഴികൾക്കുള്ളിലാണ്. അതിന് യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ യാതൊരു സമരസമോ സമവായമോ ഉണ്ടാകുവാൻ പാടില്ല. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഓട്ടപ്രദക്ഷിണത്തിലൂടെ ഈ അഭിപ്രായം ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഒരു പ്രതിവാദത്തിനും സംവാദത്തിനും കൂടിയാണ്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അതിന് സംവാദത്തിന് ഉള്ള വഴി തുറക്കുവാൻ ആ അഭിപ്രായങ്ങൾ ഉപകരിക്കും. അത് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.